ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കയിലും ചൂരൽമലയിലും ആദ്യ രക്ഷാപ്രവർത്തനത്തിനെത്തിയത് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ്. ആ സാഹസിക ദൗത്യത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ SOG കമാൻഡന്റ് ഇപ്പോഴത്തെ വയനാട് SP തപോഷ് ബസ്മിതാരെ ആ ദിവസം ഓർത്തെടുക്കുകയാണ്. ദീപക് തർമ്മടത്തിന്റെ റിപ്പോർട്ട്. SKN വെരി ഗുഡ് മോർണിംഗ്. ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ദിവസം, ഒരുപക്ഷെ സമാനതകളില്ലാത്ത, ഇന്നോളം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണ് ചൂരൽമലയിൽ കഴിഞ്ഞ വർഷം ഈ ദിനത്തിൽ നമ്മൾ കണ്ടത്. നിരവധി പേർ മരണപ്പെടുന്നത്, മരണം മാടി വിളിച്ച് കൊണ്ടുപോകുന്നത്, അത് കഴിഞ്ഞ് അവരുടെ മൃതദേഹങ്ങൾ എടുക്കുന്നത്, അങ്ങനെ ദുരന്തത്തിൻ്റെ നടുവിലായിരുന്നു നമ്മൾ. ആ വേളയിൽ ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ, രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്ത ഒരു SOG കമാൻഡന്റുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വയനാട് SP ആണ്, തപോഷ് ബസ്മിതാരെ. ഒരുപക്ഷെ ആദ്യമായി മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരു വടം കെട്ടിക്കൊണ്ട് SOG കമാൻഡോകളാണ് പോയത്. കാരണം അവർക്ക് ഈ ടെറൈൻ വളരെ പരിചിതമായിരുന്നു. കാരണം അവർ മാവോയിസ്റ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായി, നക്സൽ ഓപ്പറേഷൻ്റെ ഭാഗമായി ഈ ടെറൈനിൽ തന്നെ തങ്ങിയവരാണ്. തപോഷ് ബസ്മിതാരെ ഇപ്പോൾ മോർണിംഗ് ഷോയിൽ, SKN ഷോയിൽ കയറുകയാണ്. അപ്പം ആദ്യം തന്നെ സ്വാഗതം. ഹൗ യു റിമെമ്പർ ദാറ്റ് ഡേ? Actually, you had done a very fantastic job there. Thank you so much. 30-ാം തീയതി ജൂലൈ 30-ാം തീയതി പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഇത്ര വലിയ ഒരു മിഷൻ, ഇത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മിഷൻ ഒരിക്കലും കൂടി നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നത്തുള്ള ദിവസം രാവിലെ തന്നെ നമുക്ക് ആ വിവരം കിട്ടുമ്പോൾ ആദ്യത്തെ ടീം ചുരൽമലയിലെത്തി. അവിടുന്ന് കുറച്ച് ബോഡിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് മനസ്സിലായത് ഇനിയും മുണ്ടക്കൈ പിന്നെ പുഞ്ചിരിമട്ടം ഏരിയയിലും ഇതിനേക്കാളും അധികം ഡാമേജുകളുണ്ട്. അപ്പോൾ സെക്കൻഡ് ടീമിനൊപ്പം ഞാനും എൻ്റെ സെക്കൻഡ് ടീമും അവർ ട്രെയിനിങ് കഴിഞ്ഞവരാണ്, കമാൻഡോസ് ആയിരുന്നു. അവർ ഫുള്ള് ഈ ഗിയറൊക്കെ എടുത്തിട്ട് കയറ് കെട്ടി മങ്കീറോവൊക്കെ ചെയ്ത് അക്കരയിലൊക്കെ പോയി അവിടുന്ന് കുറേ കുടുങ്ങിയവരെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കയറ് കെട്ടി, വടം കെട്ടി, മങ്കിറോപ്പിലൂടെ ആൾക്കാരെ ജീവൻ രക്ഷിച്ച് കൊണ്ടുവന്ന ആ രക്ഷം, അത് ആദ്യമായിട്ട് അവിടത്തേക്ക് മുണ്ടക്കൈയിലേക്ക് കയറുന്നത് SOG ആണ്. അതായത് ബാക്കി എല്ലാ സേനയും വരുന്നതിന് മുമ്പ് നമ്മുടെ കേരള പോലീസിൻ്റെ SOG ആണ്. അത് എങ്ങനെയാണ് അങ്ങ് ഓർക്കുന്നത്? അത് ശരിക്കും വളരെ ചാലഞ്ചിങ് ആയിരുന്നു. മൊത്തം ചളിയായതുകൊണ്ട് നമുക്ക് ഈ കെട്ടാനുള്ള പ്രയാസമായിരുന്നു. പക്ഷേ നമ്മുടെ SOG കമാൻഡോസൊക്കെ നല്ല ട്രെയിൻ ആയതുകൊണ്ട് ഒരാളെ പിടിച്ച് അങ്ങനെ ഈ ചളിയിൽ തന്നെ പോയി അവിടെ കെട്ടിച്ച് കഴിഞ്ഞ് ബാക്കിയവർ അക്കരയിലേക്ക് പോയി. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മെയിൻ ടാസ്ക് തുടങ്ങിയത്. ഇവരെല്ലാം രക്ഷിച്ച് ഒരു റിസോർട്ടിൽ പോയി ഇരിക്കുകയായിരുന്നു. പിന്നെ അവർക്കും ഒരു ധാരണയില്ലായിരുന്നു, നമുക്ക് ധാരണയില്ല. ഇനിയും ആ സമയത്തും കൂടി കുറേ മഴ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അറിയില്ല ഇനിയും പൊട്ടൽ ഉണ്ടാവുമെന്ന് സംശയിക്കായിരുന്നു. ആ സമയത്ത് അവർക്ക് ഈ വൈകിട്ടുള്ള നമുക്ക് ആ ടെമ്പററി ബ്രിഡ്ജ് റെഡിയാവുമ്പോഴും ആ സമയം കൂടി നമുക്ക് ഒരു സംശയമുണ്ട്. ഇവാക്വേഷൻ ആയിരുന്നല്ലോ അവിടെ ഏറ്റവും വലിയ ടാസ്ക്. അതായത് റെസ്ക്യൂ ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവാക്വേഷൻ ആയിരുന്നു. റൈറ്റ്. ശരിക്കും നമുക്ക് ബിക്കോസ് അവർ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത ഒരു പൊട്ടൽ ഇനിയും സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻസിഡൻറ്റ് കമാൻഡർ IG സാർ ആയിരുന്നു, സേതുരാമൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യ നിർദ്ദേശം ഉണ്ടായിരുന്നു, മാക്സിമം നമുക്ക് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ നോക്കാം. ആർമി ടീം കൂടി ഉണ്ടായിരുന്നു, പക്ഷെ താഴെ അവർക്കും ഒരു മാർഗമില്ലായിരുന്നു. നമുക്കും അവിടെ വരെ എത്തി, പക്ഷെ അവിടുന്ന് ഇക്കരെ എങ്ങനെ നമുക്ക് പാസ് ചെയ്യാം, അത് വളരെ വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഐഡിയ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു എല്ലാ ഫോഴ്സിൻ്റെ സഹായമുണ്ടായിരുന്നു. ഈ നമ്മുടെ കേരള പോലീസ് ഒന്നടങ്കം ഒരുപക്ഷെ കേരളത്തിൽ ഒരു മോഡലായി പ്രവർത്തിച്ചൊരു സമയമാണത്. അതായത് പ്രത്യേകിച്ച് SOG കമാൻഡോസ് ഭീകരവാദ സേനയാണ്. അവർ പോലും ചെയ്യുന്നത് ഒരു ജീവകാരുണ്യമായിരുന്നു. അതുപോലെ മൊത്തം എൻ്റയർ ടീം, കേരള പോലീസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ ADGP മുതലിങ്ങ് താഴോട്ടുള്ള എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചതാണ് നമ്മളന്ന് കണ്ടത്. എങ്ങനെയായിരുന്നു? ഡെഫിനറ്റ്ലി എല്ലാവരും ഒരു ജീവനും പണം വെച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് ഇങ്ങനെയുള്ള ടാസ്ക് ഇത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനും ഇത്ര ഫിസിക്കലി ലോഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം. പിന്നെ അജിത് സാറിൻ്റെ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് സാർ സ്പോട്ടിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഒരു ധാരണ ഉണ്ട്, ഇത്ര ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ADGP സാറിൻ്റെ. അപ്പോൾ അതിനും കൂടി IG സാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരം എനിക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടാനുണ്ടായത് കൊണ്ട് ഈ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു.
അപ്പോൾ പ്രോപ്പർ ഡയറക്ഷനും ഉണ്ട്, ലീഡർഷിപ്പും ഉണ്ട്. അത് നമുക്ക് പിന്നെ ഈ എല്ലാ കമാൻഡേഴ്സിൻ്റെ നല്ല ട്രെയിൻഡ് ആൾക്കാരുണ്ടായതുകൊണ്ട് എല്ലാ നമ്മുടെ കേരള പോലീസ് ശരിക്കും ഒരു ആർമി പോലെ, ഒരു സൈന്യം പോലെ പ്രവർത്തിച്ച ഒരു മണിക്കൂറുകളും നിമിഷങ്ങളുമായിരുന്നു അതിൽ. അതാണ് നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ എല്ലാവരും ആർമി എത്തിയാണ് അവർ എല്ലാവരും ഹാപ്പി ആയിരുന്നു. പക്ഷേ നമ്മൾ എല്ലാ ആക്ച്വലി ഈ നമ്മുടെ യൂണിഫോം കൊണ്ട് പലരും തെറ്റിദ്ധരിച്ചത് ഇത് പോലീസല്ല, SOGയുടെ യൂണിഫോം കൊണ്ട് അത് ആർമിയാണ്, കേന്ദ്രസേന എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടല്ലോ. റൈറ്റ് ആർമി സേനയാണ് എന്ന് എല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയിരുന്നു. പക്ഷേ പിന്നെ ആർക്കും അറിയില്ലായിരുന്നു എപ്പോഴാണ് ആർമി വന്നത്. നമ്മൾ മിക്സായി. അതിനുശേഷം പിന്നെ ഫയർഫോഴ്സിൻ്റെ ടീമൊപ്പം എല്ലാം മിക്സായി, എല്ലാം ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. പിന്നീട് ഇപ്പോൾ താങ്കൾ വയനാട് SP ആണ്. സർക്കാർ ചൂരൽമല ദുരന്ത പ്രവർത്തനത്തിന് ശേഷം അങ്ങേ വയനാട് SP ആയി പോസ്റ്റ് ചെയ്തു. ചൂരൽമല ഭാഗത്ത് പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്കുമ്പോഴൊക്കെ അവർ ഇപ്പോഴും ഒരു ഭയപ്പാടിലാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് അതിൽ പോലീസ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും കുറച്ചൊരു പേടി ഇപ്പോഴും ഉണ്ട്. ബിക്കോസ് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, നല്ല പോലെ മഴ ഉണ്ട്. പിന്നെ അതിനുശേഷം ഈ മഴ കാണുമ്പോഴാണ്, ഞാൻ ഇന്ന് അവിടെ പോയ സമയത്ത് പലരും പറയുന്ന ഒരു സാധനം വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ വെള്ളം പേടിയാവുന്നു, മഴ പേടിയാവുന്നു. അതെ കറക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രാവശ്യം ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡിസ്ട്രിക്റ്റിൽ തന്നെ രൂപീകരിച്ച് വെച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു ഇമർജൻസി റെസ്പോൺസ് ഫോഴ്സായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോഴ്സിൻ്റെ കമാൻഡൻറ്റ് നമ്മുടെ DYSP ആണ്. എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ നമുക്ക് ഒരു ബന്ദോബസ്താക്കി വെച്ചിരിക്കുകയാണ്. കൂടാതെ അവർക്ക് മെൻ്റൽ സഹായം കൂടി, സപ്പോർട്ട് കൂടി കൊടുക്കാൻ വേണ്ടി അന്നെ നമ്മൾ കുറേ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞാനും സഞ്ചരിക്കുകയാണ്, ഇടയ്ക്ക് കാണും, കണ്ടിട്ട് പറയും പേടിക്കാൻ ആവശ്യമില്ല, ഞങ്ങളുണ്ട്, കേരള പോലീസ് ഉണ്ട്, ഓരോ പ്രശ്നമില്ല, എന്തെങ്കിലും എമർജൻസി വന്നാൽ ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. താങ്ക് യു. വീണ്ടും ഓർക്കുകയാണ് ആ ദിവസം അങ്ങ് നടത്തിയ വലിയ പ്രവർത്തനങ്ങളെ. അതിന് ഇപ്പോഴും അഭിനന്ദിക്കുകയാണ്. SKN വളരെ കൃത്യമായി പറയാൻ സാധിക്കും, ഇവരില്ലായിരുന്നുവെങ്കിൽ ദുരന്തം മറ്റൊരു തരത്തിലാവുമായിരുന്നു. അന്ന് തബോഷ് മസ്മിതാരെ SOGയുടെ കമാൻഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ വയനാട് SP ആണ്. SOG വളരെ നിർണായകമായൊരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത്. ഇപ്പോഴും അവർ പറയുന്നത് ചൂരൽമലക്കാരോട് ഭയപ്പെടേണ്ട, കേരള പോലീസ് കൂടെയുണ്ട് എന്നുള്ളതാണ്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം വയനാട്ടിൽ നിന്നും ദീപക് ധർമ്മടം, 24.